പ്ലസ് ടുവിന് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് പല സ്റ്റുഡൻസും ചോദിക്കുന്ന ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഡൗട്ടാണ്. പിന്നെ കുട്ടികൾക്ക് വരുന്ന ഒരു സംശയമാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ്. ഇപ്പം ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. കാരണം ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് ചോദിക്കുന്ന സ്റ്റുഡൻസ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെയല്ല നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാറുള്ളത്. ഒരിക്കലും നമ്മളൊരു ഡിഗ്രി എന്ന് പറയുന്നത് 6 മാസം കൊണ്ട് ഒരു സ്റ്റുഡന്റിനും ചെയ്തു തീർക്കാൻ പറ്റില്ല. അത് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ആയിരിക്കും. +2 പരീക്ഷ എഴുതി കഴിഞ്ഞു, ഇനി ഏത് ഡിഗ്രി എടുക്കണമെന്നറിയില്ല. അനുയോജ്യമായ ഒരു ഡിഗ്രി കോഴ്സ് റിസൾട്ട് വരുന്നതിന് മുൻപ് തന്നെ അറിയാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അതെ, ബാർ സ്റ്റഡി സെന്റർ നടത്തുന്ന സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ കോഴ്സുകളിലൂടെ നിങ്ങൾക്കും അനുയോജ്യമായ ഒരു ഡിഗ്രി തിരഞ്ഞെടുക്കാം. നിങ്ങളുടെ അഭിരുചി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ കണ്ടെത്തി എല്ലാ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചും കൂടുതൽ അറിഞ്ഞും നിങ്ങളുടെ കൺഫ്യൂഷൻ തീർക്കാം. അപ്പൊ സമയം കളയണ്ട, ഇപ്പൊ തന്നെ ഡിഗ്രി ഫൗണ്ടേഷൻ സൗജന്യ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യും. ഹലോ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡിഗ്രി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, ഇപ്പോൾ കേരള ബോർഡിലൊക്കെ +2 എക്സാംസ് ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം പലരും ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് ഡിഗ്രി കോഴ്സ് ആയിരിക്കും. എന്നിരുന്നാൽ കൂടിയും അവർക്ക് ഡിഗ്രിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. സോ ആ ഒരു ഡൗട്ടൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മളിപ്പോൾ ആദ്യം ഏതൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്തും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കോഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഡിഗ്രി കോഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിലും പലരും ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയാണ്ടാണ് ഈ ഒരു കോഴ്സ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഈ കോഴ്സ് ഒഴിവാക്കുന്നതും. ഇപ്പൊ നമുക്കറിയാം, SSLC +2 പോലെ തന്നെ നമ്മൾ ഒരു സ്റ്റുഡന്റ് ഹോൾഡ് ചെയ്യേണ്ട ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഡിഗ്രി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ അല്ലെങ്കിൽ +2 കഴിഞ്ഞ ഉടനെ തന്നെ ഡിപ്ലോമ കോഴ്സുകൾ എടുക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അത് അവർക്ക് ഈ ഒരു ഡിഗ്രി കോഴ്സിന്റെ അറിയാത്തത് കൊണ്ടാണ്. ജസ്റ്റ് ഇപ്പൊ ഡിഗ്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ നിൽക്കുവോ, ജോബ് ഒന്നും കിട്ടില്ല എന്നൊക്കെ ചോദിക്കും. അങ്ങനെയുള്ള ഡൗട്ടൊക്കെ ഉള്ള സ്റ്റുഡൻസ് ആയിരിക്കും. പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്ന സ്റ്റുഡൻസ് ആണ് ഈ ഡിപ്ലോമ കോഴ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈ ഒരു ഡിഗ്രി എന്നുള്ളത് ഒഴിവാക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു SSLC +2 സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് കിട്ടുന്ന ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ആണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഈവൻ നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും, ഈവൻ നമ്മളൊരു ജോബിന് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു ഇന്റർവ്യൂവിന് പോണ സമയത്തും അവിടെ നമ്മളോട് ചോദിക്കുക, നമ്മുടെ എക്സ്പീരിയൻസിനും സ്കിൽസിനും പുറമെ അവിടെ നമ്മളോട് ചോദിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു സമൂഹത്തിൽ SSLCയും +2 കൊണ്ടൊന്നും നമുക്കൊന്നും നേടാൻ പറ്റില്ല. മിനിമം ഇപ്പൊ തന്നെ നമുക്കറിയാം, ഒരു PhD ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് പോലും ജോബ് കിട്ടാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് മാക്സിമം എത്രത്തോളം ക്വാളിഫിക്കേഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ +2 കഴിഞ്ഞിട്ട് ഒരുപാട് സ്റ്റുഡൻസിന് പറയുന്നില്ല, പല ആൾക്കാരും ഡിഗ്രി തന്നെ ചൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. എന്നിരുന്നാൽ കൂടിയും കുറച്ച് പേര് ഡിഗ്രി ഒഴിവാക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രിയുടെ ഒരു ഇമ്പോർട്ടൻസ്, അതിന്റെ ഒരു വാല്യൂ അറിയാത്തത് കൊണ്ടാണ് സ്കിപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ക്വാളിഫിക്കേഷൻസ് നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രയും ക്വാളിഫിക്കേഷൻസ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുക. നമുക്കത് എപ്പോഴാണ് യൂസ്ഫുൾ ആവുക എന്നുള്ളത് പറയാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അതില്ലല്ലോ എന്നുള്ളൊരു വിഷമം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഡിഗ്രി എന്നുള്ളൊരു കോഴ്സ് ആണെങ്കിലും ഒരു 3 ഇയർ കോഴ്സ് ആണെങ്കിലും നമുക്കത് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുക. കാരണം നമുക്ക് SSLC +2 എന്നുള്ളതിന് പുറമെ നമുക്കൊരു ക്വാളിഫിക്കേഷനും കൂടെ നമ്മുടെ കരിയറിൽ ആഡ് ആവുകയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയും ഹയർ ഓപ്ഷൻസ് ഉണ്ട്, PG. പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പോ ഒരു ഇന്റർവ്യൂവിനാണെങ്കിൽ കൂടി ഇപ്പോൾ ഡിഗ്രി ഉള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ ആ ഡിഗ്രി ഉള്ള സ്റ്റുഡന്റിനാണ് ആദ്യം ഇന്റർവ്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്കാണ് വാക്കൻസീസ് അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കുക. അതല്ലാതെ ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്ത സ്റ്റുഡൻസിനായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഡിഗ്രിക്ക് അത്രയും ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് തന്നെ സ്റ്റുഡൻസ് പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അവർക്ക് മുന്നോട്ടേക്കുള്ള അവരുടെ കരിയർ ആണെങ്കിലും. ഹയർ ക്വാളിഫിക്കേഷൻസ് എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കുക. ഇപ്പോൾ ഒരു ഡിഗ്രി എന്നുള്ളത് ഒരു സ്റ്റോപ്പ് അല്ല, ലൈക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് അല്ല. ഡിഗ്രി കഴിഞ്ഞിട്ടും നമുക്ക് PG PhD പോലെയുള്ള കോഴ്സസ് ഒക്കെ നമ്മുടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കരിയറിൽ എത്രത്തോളം ക്വാളിഫിക്കേഷൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഡിഗ്രി ആണെങ്കിൽ പോലും നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ്, നമ്മൾ നിർബന്ധമായിട്ടും ഒരു സ്റ്റുഡൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരിക്കലും ഡിഗ്രിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ ഒഴിവാക്കരുത്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. +2 മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളത് പല സ്റ്റുഡൻസും ചോദിക്കുന്ന ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഡൗട്ടാണ്.
അവർ ചോദിക്കുന്നതിലും കാര്യമുണ്ട്. കാരണം നമുക്ക് ഡിഗ്രി എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ഓഫ് ഡിഗ്രി ഉണ്ട്. ഇപ്പോൾ റെഗുലർ ഡിഗ്രിയാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുക. അപ്പോൾ റെഗുലർ ഡിഗ്രിയുടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ചെയ്യുന്ന ഡിഗ്രിയാണ്. ആ ഒരു ഡിഗ്രിക്ക് നമ്മുടെ +2ന്റെ മാർക്ക് നിർബന്ധമാണ്, അല്ലെങ്കിൽ അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ +2ന് ഒരു 100% മാർക്ക് കിട്ടിയ കുട്ടിക്ക് ആദ്യം സീറ്റ് കിട്ടുള്ളൂ. പിന്നെയാണ് താഴത്തോട്ടുള്ള ഓരോ പെർസെൻറ്റേജ് കിട്ടിയ ആൾക്കാർക്കും സീറ്റുകൾ കിട്ടുക. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ +2ന്റെ മാർക്ക് നമുക്ക് ഒരു ഡിഗ്രി അഡ്മിഷൻ എടുക്കാൻ നിർബന്ധമാണ്. എന്നിരുന്നാൽ കൂടിയും മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാണ്ടിരിക്കില്ല. നമുക്കതല്ലാത്ത ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ റെഗുലർ അല്ലാണ്ട് നമുക്ക് ഡിസ്റ്റൻറ്റ് ഡിഗ്രി പോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഈവൻ +2 പാസ്സാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കോഴ്സിൽ അവർക്ക് ഡിഗ്രി ചെയ്യാം. ഇപ്പോൾ ഡിസ്റ്റൻറ്റ് ഡിഗ്രി, ഓൺലൈൻ ഡിഗ്രി പോലുള്ള ഡിഗ്രി കോഴ്സുകൾക്കൊക്കെ അവർക്ക് ജസ്റ്റ് +2 പാസ്സായാൽ മതി. അവിടെ എത്ര പെർസെൻറ്റേജ് മാർക്ക് വേണമെന്നൊന്നുമില്ല. പാസ്സാണെങ്കിൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഡിഗ്രി കോഴ്സ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ +2 ഫെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ +2ന് മാർക്കില്ല എന്നുണ്ടെങ്കിൽ ഡിഗ്രി കിട്ടില്ല എന്നുള്ളതല്ല, നമുക്ക് കിട്ടുന്ന ഓപ്ഷൻസ് വേറെ ഉണ്ട്. ഇപ്പോൾ ഡിസ്റ്റൻറ്റ് കോഴ്സ് പോലെയുള്ള കോഴ്സസ്, ഡിഗ്രി കോഴ്സസ് കൊടുക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഡിഗ്രി എടുക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ടും വരുന്ന ഒരു ഡൗട്ട്സ് ആണ് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഓരോ സ്റ്റുഡൻസിനെ സംബന്ധിച്ചാണ് ഓരോ സബ്ജക്റ്റ് ഉണ്ടായിരിക്കുക. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇപ്പോൾ എല്ലാവർക്കും ഒരേ സബ്ജക്റ്റ് തന്നെ ആയിരിക്കില്ല ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, +2 ഒക്കെ വീട്ടുകാരുടെ നിർബന്ധം മൂലം സയൻസ് ഒന്നും ഇഷ്ടപ്പെടാണ്ട് എടുത്ത സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ ഇപ്പോഴെങ്കിലും സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, ഡിഗ്രി പോലെയുള്ള ഒരു കോഴ്സ് 3 ഇയർ നിങ്ങൾ പഠിക്കേണ്ട കോഴ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാം. അതെ, അതായത് 3 വർഷത്തോളം നമുക്ക് പഠിക്കാനുള്ളതാണ് ഈ ഒരു കോഴ്സ്. അപ്പൊ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് എടുക്കുന്ന സബ്ജക്ട് അവർക്ക് ഈസി ആയിരിക്കും എന്നുള്ള രൂപത്തിൽ എടുക്കുന്ന സജസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവരാണ്, ഈ ഒരു സ്റ്റുഡൻസ് ആണ്, ആരാണോ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് അവരാണ് മുന്നോട്ട് പഠിക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ചുള്ള സബ്ജക്ട് അവർ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ കുറച്ച് സ്റ്റുഡൻസ് കൊമേഴ്സ് എടുത്തു, എത്രയോ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് +2 കൊമേഴ്സ് പാസ്സായത്. അപ്പോൾ വീട്ടുകാർ പറയാണ്, നീ BCom എടുത്തോ, എന്നാൽ കുട്ടിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സജസ്റ്റ് ചെയ്ത് തരാൻ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഫോഴ്സ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം അത് തന്നെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് എടുക്കുക. ഇപ്പോൾ കൊമേഴ്സ് എടുത്തു എന്ന് വിചാരിച്ചിട്ട് BCom തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് സാധാരണ ഒരു ഡിഗ്രി മതി, ജസ്റ്റ് ഒരു ഡിഗ്രി മതി എന്നുണ്ടെങ്കിൽ ഒരുപാട് BA കോഴ്സസ്, ഈസി ആയിട്ടുള്ള BA കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ BA സോഷ്യോളജി, ഹിസ്റ്ററി പോലുള്ള ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. അവർക്ക് അത് യൂസ് ചെയ്യാം. അതല്ല ഇനി കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലേക്ക് തന്നെ പോകണം എന്ന് ഗോൾ വെച്ച് പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് BCom, MCom എങ്ങനെ ആ ഒരു രീതിയിൽ അവർക്ക് പഠിച്ചു പോവാം. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, നമുക്ക് LLB പ്രിഫർ ചെയ്ത് വരുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് വരുന്ന പല ഡൗട്ട്സ് ഉണ്ട്. അവർക്ക് ഏത് കോഴ്സ് എടുത്താലാണ് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത്. അവർക്ക് ഏത് BA കോഴ്സ് വേണമെങ്കിലും എടുത്ത് പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഇന്ന കോഴ്സ് തന്നെ എടുത്താലേ BA എടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെ നമുക്ക് വരുന്നില്ലല്ലോ. അപ്പം കുറച്ചുകൂടെ അവർ എങ്ങനെയാണോ, ഏത് സബ്ജക്റ്റ് ആണോ, ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിലും അല്ലെങ്കിൽ സോഷ്യോളജി ആണെങ്കിലും ഏത് സബ്ജക്റ്റ് എടുത്താലും LLBയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. പിന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം, ഏത് ഡിഗ്രി കോഴ്സ് എടുക്കണം എന്നറിയാണ്ട് വിഷമിച്ച് നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അവർക്ക് നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ആ ഒരു ക്ലാസ് അവർ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ഫീൽഡ് ഏതാണെന്ന് അറിയാനും അതിൻ്റെ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ക്ലാസ് അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്റ്റുഡൻസ് ഇനി എന്തെങ്കിലുമൊക്കെ, അതായത് ഏത് ഡിഗ്രി എടുക്കണം, അതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നൊക്കെ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ മതി. ഈസി ആയിട്ട് അവർക്ക് എല്ലാ ഭാഗവും സോൾവ് ചെയ്ത് കിട്ടും ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സിലൂടെ. ഒരു കോമൺ ഡൗട്ട് നമുക്ക് എൻക്വയറി ഒക്കെ വരുന്ന സമയത്തും ചോദിക്കാറുണ്ട്, 6 മന്ത് ഡിഗ്രി കിട്ടുമോ, അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. നമുക്കിപ്പം മെയിനായിട്ട് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു 6 മന്ത് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി വരുന്നില്ല. കാരണം ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ അത് 3 വർഷം അല്ലെങ്കിൽ അതൊരു 4 വർഷം എന്നുള്ള രീതിയിലാണ് ഡിഗ്രി ഉണ്ടായിരിക്കുക. പിന്നെ നിങ്ങളെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഡിഗ്രി ടേം എൻഡിലാണ് നമുക്ക് എക്സാംസും കാര്യങ്ങളൊക്കെ വരാറുള്ളത്. മെയിനായിട്ടും 3 വർഷത്തെ ഡിഗ്രി അല്ലെങ്കിൽ ഒരു 4 വർഷത്തെ ഡിഗ്രിക്കാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിട്ടുള്ളത്. അതല്ലാതെ ഒരു 6 മാസത്തെ ഡിഗ്രി കോമൺ സെൻസ് ഉള്ള ഒരാൾ ചിന്തിച്ചാൽ മനസ്സിലാവും, ഈ ഒരു 3 വർഷമോ 4 വർഷമോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കോഴ്സ് എത്രത്തോളം നമുക്കൊരു 6 മാസം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരു 3 വർഷത്തെ കോഴ്സ് ഇയർ വൈസ് ആണെങ്കിൽ നമുക്ക് 3 എക്സാംസ് വരുന്നുണ്ട്. അതിന്റെ സെമസ്റ്റർ വൈസ് ആണെങ്കിൽ നമുക്ക് 6ഓളം എക്സാംസ് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പൊ അത്രയും വലിയൊരു കോഴ്സ് നമ്മൾ ഈ ഒരു 6 മാസം എന്നുള്ളൊരു ഷോർട്ട് പീരീഡിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്
സ്റ്റുഡൻസ് കോമൺ സെൻസ് എടുത്ത് ചിന്തിച്ചാൽ മതി. പിന്നെ സ്റ്റുഡൻസിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ 6 മാസം കൊണ്ടും 1 മാസം കൊണ്ടും 2 മാസം കൊണ്ടൊക്കെ ഡിഗ്രി തരാമെന്ന് പറയുന്ന ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ന്യൂസസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലേക്കൊക്കെ എടുത്ത് ചാടുന്നതിന് മുന്നേ നല്ല രീതിയിൽ അവർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ നമുക്ക് മെയിൻ ആയിട്ടും വാലിഡിറ്റി ഉള്ള ഒരു ഫ്യൂച്ചർ സ്റ്റഡീസിലൊക്കെ പോകുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ 3 വർഷത്തെ 4 വർഷത്തെ ഡിഗ്രി ആണ് മെയിൻ ആയിട്ട് നമുക്ക് എടുക്കേണ്ടത്. ഇനിയിപ്പോ മുന്നോട്ടേക്ക് നോക്കുന്ന ജസ്റ്റ് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മതി, എനിക്കത് ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സ്റ്റുഡൻസ് ഈ ഒരു 6 മന്ത് കോഴ്സ് എടുക്കാറുള്ളത്. അതൊരു കോഴ്സ് ഡിപ്ലോമ കോഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം, ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ്. എങ്കിലും ഈ ഒരു എന്താ പറയാ, നമുക്ക് ഇപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിട്ടുള്ള പോലെ തന്നെ നമുക്ക് ഈ ഒരു 6 മന്തിന്റെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആയിരിക്കില്ല. ഒരിക്കലും നമ്മളൊരു ഡിഗ്രി എന്ന് പറയുന്നത് 6 മാസം കൊണ്ട് ഒരു സ്റ്റുഡന്റിനും ചെയ്തു തീർക്കാൻ പറ്റില്ല. അത് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് ആയിരിക്കും. അത്തരത്തിലുള്ള കോഴ്സുകളാണ് 6 മാസം 3 മാസം കൊണ്ടൊക്കെ കൊടുക്കുന്നത്. ഡിഗ്രി പോലെ ഹൈലി വാല്യൂഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കയ്യിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഒരു സ്റ്റുഡന്റ് 3 ഇയറോ അല്ലെങ്കിൽ 4 ഇയർ ഹോണേഴ്സ് ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ എടുത്തു ചാടി 6 മാസം ഡിഗ്രി 2 മാസം ഡിഗ്രി ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ് ആലോചിച്ചിട്ട് ഓരോന്നിലേക്ക് എടുത്തു ചാടുക. പിന്നെ അതൊക്കെ നമ്മുടെ ഭാവിയെയാണ് അഫക്റ്റ് ചെയ്യുക. നമ്മളൊരു ജോബ് നോക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ഹയർ എഡ്യൂക്കേഷനൊക്കെ നമുക്ക് പിന്നീടാണ്, പല സ്റ്റുഡൻസും +2 കഴിഞ്ഞിട്ട് ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ഡിഗ്രി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി വരിക. അപ്പൊ ഇത്തരത്തിൽ ഒരു 6 മാസത്തെ ഡിഗ്രി ഒക്കെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ, നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ സ്റ്റുഡൻസ് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതെ, എപ്പോഴും തീരുമാനം എടുക്കുമ്പോൾ മാക്സിമം 3 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ ഡിഗ്രി എടുക്കാൻ വേണ്ടി തന്നെ ശ്രദ്ധിക്കുക. ഈ ഒരു ചതിക്കുഴിയിലൊന്നും പോയി പെടാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടും ഡിഗ്രി എന്ന് പറയുമ്പോൾ 3 രീതിയിൽ ഡിഗ്രി വരാറുണ്ട്. അതായത് റെഗുലർ ഡിഗ്രി വരുന്നുണ്ട്, അതുപോലെ ഡിസ്റ്റൻസ് വരുന്നുണ്ട്, അതുപോലെ ഓൺലൈൻ ഡിഗ്രി വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡിഗ്രി എടുക്കുമ്പോൾ ഏത് രൂപത്തിലുള്ള ഡിഗ്രി എടുത്താലാണ് സർട്ടിഫിക്കറ്റ് വാലിഡ് ആവുക എന്നുള്ളൊരു സംശയം അവിടെ വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് റെഗുലർ ഡിഗ്രി എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം, പേര് പോലെ തന്നെ നമ്മൾ റെഗുലർ ആയിട്ട് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു കോളേജിൽ പോയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പോ +2 ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഇപ്പൊ ഈ ഇയറിൽ +2 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇയറിലൊക്കെ ഡിഗ്രി ചെയ്യാൻ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പഠനം മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്നവർക്കാണെങ്കിൽ ഈ ഒരു റെഗുലർ ഡിഗ്രി അവർക്ക് ഓക്കെയാണ്. കാരണം അവർക്ക് ഡെയിലി പോവാം, ഹോസ്റ്റലിലൊക്കെ സ്റ്റേ ചെയ്തിട്ട് പഠിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ റെഗുലർ ഡിഗ്രി ഹൈലി വാലിഡ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. മാക്സിമം നമുക്ക് റെഗുലർ ചെയ്യാൻ പറ്റും, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പിന്നെ വരുന്നത് ഡിസ്റ്റന്റ് ഡിഗ്രി ആണ്. ഇപ്പൊ ഡിസ്റ്റന്റ് ഡിഗ്രി എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ഡിസ്റ്റന്റ് ആയിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അതായത് കുട്ടികൾക്ക് വീട്ടിലിരുന്നും പഠിക്കാം. ഇപ്പൊ നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ പലരും വർക്കിന് പോകുന്നവരോ ഹൗസ് വൈഫോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സുകളൊക്കെ ചെയ്യുന്നവരായിരിക്കും. അതിന്റെ ഇടയിലായിരിക്കും അവർ ഇങ്ങനെ ഒരു ഡിഗ്രി ചെയ്യണം എന്നുള്ള അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നതും ഇതിന്റെ ഇടയിൽ സമയം കണ്ടെത്തുന്നതും. അപ്പൊ ഇത്തരത്തില് നമ്മുടെ കാര്യങ്ങളും നടക്കണം, അതുപോലെ തന്നെ പഠനവും നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റന്റ് ഡിഗ്രിയാണ്. അപ്പൊ ഈ ഒരു ഡിസ്റ്റന്റ് ഡിഗ്രീന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേറെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് സ്കിൽഡ് കോഴ്സസ് ഒക്കെ ചെയ്യാം. അതായത് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മൾക്കൊരു ഡിഗ്രി കോഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 വർഷം എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ഡിസ്റ്റൻസ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഇയർ ആണ്. അത് ഡിസ്റ്റന്റ് ആണെങ്കിലും റെഗുലർ ആണെങ്കിലും ഏത് രീതിയിലും ആയിക്കോട്ടെ, ഡിഗ്രി എന്ന് പറഞ്ഞാൽ അത് 3 ഇയർ ആണ്. അപ്പോൾ ഡിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് വീട്ടിലിരുന്ന് തന്നെ അവർക്ക് പഠിക്കാം. എക്സാം മാത്രം ഒന്ന് അവരുടെ സെന്ററിൽ പോയിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. ഇതും വാലിഡ് ആണ്. ഇപ്പൊ നമുക്ക് ഡിസ്റ്റന്റ് ഡിഗ്രി കൊടുക്കുന്ന വാലിഡ് ആയിട്ടുള്ള ബെസ്റ്റ് 2 യൂണിവേഴ്സിറ്റീസ് ആണ് നമ്മുടെ ഇഗ്നു യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് ബേസ്ഡ് ആണ്, ഒന്ന് സ്റ്റേറ്റ് ഗവൺമെന്റ് ബേസ്ഡ് ആയിട്ടുള്ള 2 യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പോൾ ഡിസ്റ്റന്റ് ഡിഗ്രി ഒക്കെ ഫോക്കസ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ 2 യൂണിവേഴ്സിറ്റിയിൽ അവർക്ക് കണ്ണടച്ചും എന്തെടുക്കാം, ഈ ഒരു ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഓൺലൈൻ ഡിഗ്രി ആണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് പോലെ തന്നെ എല്ലാം ഓൺലൈൻ ആയിട്ടായിരിക്കും. ക്ലാസ്സസും എക്സാമും അങ്ങനെ എല്ലാം ഓൺലൈൻ ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്കിവിടെ നമ്മൾ കൊടുക്കുന്നത് ഇഗ്നു, ശ്രീനാരായണ ഗുരു 2 യൂണിവേഴ്സിറ്റിയാണ്. രണ്ടും ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന 2 യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പോൾ റെഗുലർ ആയിട്ട് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ഈ ഒരു ഡിസ്റ്റന്റ് ഡിഗ്രി ചെയ്യാന്നുള്ളതാണ്. പക്ഷേ രണ്ടും ഈക്വലി വാലിഡ് ആണ്. പിന്നെ കുട്ടികൾക്ക് വരുന്ന ഒരു സംശയമാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ്. ഇപ്പം ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത്. കാരണം ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്ന് ചോദിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം അങ്ങനെയല്ല നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാറുള്ളത്. പൊതുവേ നമുക്കിപ്പോൾ റെഗുലർ ഡിഗ്രി എടുക്കുമ്പോഴും നമുക്ക് എങ്ങനെയാ ഈ ഒരു 3 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ കാര്യത്തിലും. കംപ്ലീറ്റ് ഈ ഒരു 3 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുന്നത്. അതല്ലാതെ നമുക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണ്, അതിന് മുന്നേ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അല്ല.
അത്തരത്തിലുള്ളൊരു ഡൗട്ട്സ് കൂടെ പലപ്പോഴും വരാറുള്ളതാണ്. പിന്നെ നമ്മളിപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റി, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, 2 യൂണിവേഴ്സിറ്റി നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സ്റ്റുഡൻസിന് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ ഇൻടേക്ക് എപ്പോഴാണ്, സെമസ്റ്റർ എക്സാമുകളൊക്കെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ സ്റ്റുഡൻസിനൊന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നമുക്ക് ഇയർലി 2 ഇൻടേക്ക് ആണ് വരിക. ഒന്ന് ഡിസംബർ ജാനുവരി ടൈമിലും പിന്നെ ഒന്ന് ജൂൺ ജൂലൈ സമയത്തും. പിന്നെ നമുക്ക് ഇവിടെ എക്സാംസ് ഇയർ വൈസ് ആയിട്ടാണ്. അതായത് ജൂൺ ജൂലൈയിൽ എടുക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അടുത്ത ജൂൺ ജൂലൈയിലായിരിക്കും അവർക്ക് എക്സാംസ് നടക്കുക. ഇയർ വൈസ് എക്സാം ആണ്. 3 ഇയറിൽ നമുക്ക് 3 എക്സാംസ് ആണ്. എന്നിരുന്നാൽ കൂടിയും 2 ഇൻടേക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 6 മന്ത് കൂടുമ്പോൾ എക്സാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് ആ ഒരു എക്സാംസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ഇയർ വൈസിൽ നമുക്ക് 2 ഇൻടേക്കും ഇയർലി ടേം ആൻഡ് എക്സാംസും ആണ് വരുന്നത്. ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ റെഗുലർ യൂണിവേഴ്സിറ്റീസ് ഒക്കെ പോലെ തന്നെ ഇയർ വൈസിൽ നമുക്ക് ഒരൊറ്റ ഇൻടേക്കേ ഉള്ളൂ. ജൂൺ ജൂലൈ സമയത്ത് ഒരു ഇയറിൽ ഒരൊറ്റ ഇൻടേക്ക്, അത് ജൂൺ ജൂലൈ സമയത്താണ്. ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത വർഷം വരെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇൻടേക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ എക്സാംസ് നടക്കുക സെമസ്റ്റർ വൈസ് ആണ്. 6 മാസം കൂടുമ്പോൾ എഴുതി അവർക്ക് ക്ലിയർ ചെയ്തെടുക്കാം. വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഓരോ സബ്ജക്റ്റും അവർക്ക് എഴുതിയെടുക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഡിസ്റ്റൻസ് ഡിഗ്രി എടുക്കുന്ന സമയത്ത് സ്റ്റുഡൻസ് ചോദിക്കുന്ന കാര്യം, ഈ കറക്റ്റ് 3 ഇയറിൽ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യണോ? കാരണം അബ്രോഡൊക്കെ ഉള്ള ആൾക്കാരുണ്ടായിരിക്കും, അവർക്കൊക്കെ ഏതെങ്കിലും ഇയർ ഒക്കെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നുള്ളത്. അപ്പൊ 2 യൂണിവേഴ്സിറ്റീസും അവർക്കൊരു 6 വർഷത്തെ വാലിഡിറ്റി കൊടുക്കുന്നുണ്ട്. സോ 3 ഇയറിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ മാക്സിമം ആ ഒരു അഡീഷണൽ 3 ഇയറും കൂടെ യൂസ് ചെയ്തിട്ട് ടോട്ടൽ 6 ഇയറിൻ്റെ ഉള്ളിൽ ആ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ മതി. പിന്നെ ജിലി സ്റ്റുഡൻസ് ചോദിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു ഡൗട്ടാണ് ലാംഗ്വേജ് പ്രശ്നമാണോ എന്നുള്ളത്. അപ്പം അതായത് ഡിഗ്രി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷിലാണല്ലോ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന് ഇംഗ്ലീഷ് പ്രോബ്ലം ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്. അതായത് നമുക്കറിയാം നമ്മുടെ സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാലത്തിന് ശേഷമൊക്കെ ഡിഗ്രി ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജിനെ പേടിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ അവരോട് പറയാനുള്ളത്, നമ്മൾ ഒരു ഹയർ ക്വാളിഫിക്കേഷൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ കരിയറിൽ തന്നെ ഡിഗ്രി പോലെയുള്ളൊരു കോഴ്സ് ചെയ്യുന്ന സമയത്ത്, ഇനി ഡിഗ്രി അല്ല നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ, ഈവൻ +2 വരെ എടുത്ത് നോക്കുകയാണെങ്കിൽ +2 മുതൽ നമ്മൾ പഠിക്കുന്നതെല്ലാം ഇംഗ്ലീഷിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇനിയും ഡിഗ്രി കഴിഞ്ഞിട്ട് മുകളിലേക്ക് പഠിക്കാൻ പോകുന്നവരൊക്കെ ആണെങ്കിലും നമ്മൾ കൂടുതൽ ഇനി പരിചയപ്പെടുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നതും ഇംഗ്ലീഷാണ്. അപ്പോൾ ഒരിക്കലും ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജിനെ നമ്മൾ പേടിച്ചിട്ട് ഇത്തരത്തിലുള്ള കോഴ്സസ് ഒഴിവാക്കരുത്. നമുക്കതല്ല, ഇനിയും ഇംഗ്ലീഷ് പേടിയാണെന്ന് പറയുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലെ മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും അവിടെ നമുക്ക് ഇംഗ്ലീഷ് ഒരു സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഇംഗ്ലീഷിനെ പേടിക്കരുത്. അപ്പോൾ ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജിനെ പേടിച്ചിട്ട് ഡിഗ്രി എടുക്കാതെ നിൽക്കരുത്. ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ആണ്. ഇനി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ PG PhD പോലുള്ള കോഴ്സസ് ഒക്കെ ചെയ്യുന്ന സമയത്തും ഇതുപോലെയുള്ള ലാംഗ്വേജ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. ഇനി ഇപ്പം അബ്രോഡ് പോയി ജോബ് നോക്കാനൊക്കെ ആഗ്രഹമുള്ള പല ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് ഇനി അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമ്മളെപ്പോഴും പരിചയപ്പെടേണ്ട, അല്ലെങ്കിൽ നമ്മളെപ്പോഴും സംസാരിക്കേണ്ട ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ലാംഗ്വേജ് മേടിച്ചിട്ട് നമ്മൾ നമ്മുടെ ഹയർ ക്വാളിഫിക്കേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. ലാംഗ്വേജ് ഒരിക്കലും നിങ്ങൾക്ക് ഒരു ബാരിയർ അല്ല. നമുക്ക് പഠിക്കാം, നമുക്ക് സിലബസ് വൈസ് ആയിട്ടാണല്ലോ നമുക്ക് പഠിക്കാനുള്ളത്. എക്സാംസ് ഒക്കെ ആണെങ്കിൽ സിലബസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കുറച്ചുകൂടി ഈസി ആയിട്ടുണ്ടായിരിക്കും ഈ ഒരു ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. അത് പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്കത് സിമ്പിൾ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഈ ഡിഗ്രി പഠിക്കുന്ന സമയത്താണെങ്കിലും നമുക്കിപ്പോ ഇംഗ്ലീഷ് കൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് വരുന്നില്ല. നമുക്ക് ജസ്റ്റ് എക്സാം എഴുതുക, എക്സാം എഴുതുക. അപ്പോൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ആ ഒരു ഇംഗ്ലീഷിനെ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നീട് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്തോറും നമുക്ക് ഇംഗ്ലീഷ് കടന്നു വരാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ +2 മുതൽ തന്നെ സ്റ്റുഡൻസ് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ളൊരു ലാംഗ്വേജിനെ പേടിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഡിഗ്രി അവോയ്ഡ് ചെയ്യരുത്. ഇനി അത് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് മലയാളത്തിൽ എക്സാം എഴുതിയിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു യൂണിവേഴ്സിറ്റി നമുക്ക് ആശ്രയിക്കാം. പിന്നെ എന്നാൽ കൂടിയും ലാംഗ്വേജിന് ഒരിക്കലും പേടിക്കരുത്. അത് പേടിച്ചിട്ട് ഡിഗ്രി എടുക്കാണ്ടേ ഇരിക്കരുത്.